ലൈവിൽ ഇപ്പോൾ അനുമോൾ നൂറയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ മാത്രമല്ല അനീഷും കൂടുന്നുണ്ട്. നൂറ അവസാനം പോയ സമയത്ത് അനുമോളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാമോ എന്ന്. നൂറ തന്നെ ഇന്ന് അനുമോളുടെ അടുത്തേക്ക് ചെന്നിരുന്നു സംസാരിക്കാനായിട്ട്. അനുമോൾ എന്താണ് മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ച് ചെന്നിരുന്നു, പിണക്കമാണോ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ അനുമോൾ കാര്യമായ രീതിയിൽ മൈൻഡ് ചെയ്തില്ല. നൈസായിട്ടൊന്ന് ഒഴിവാക്കി വിടുന്നത് പോലെയാണ് നമുക്ക് ലൈവ് കണ്ടപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നൂറ പോയ സമയത്ത് ആദ്യം ഹഗ് ചെയ്യാനൊരു മടി കാണിച്ചു, പിന്നീട് പക്ഷേ ഹഗ് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ പെട്ടി ഒന്ന് പാക്ക് ചെയ്ത് അയക്കുമോ എന്നൊക്കെ ചോദിച്ചത്. ടിക്കറ്റ് ടു ഫിനാലെ ലഭിച്ചിട്ട് ടോപ്പ് 5-ൽ കയറാൻ പറ്റാതെ പോയ ആദ്യ മത്സരാർത്ഥിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ടിക്കറ്റ് ഫിനാലെ ലഭിച്ചിട്ട് പുറത്തായി പോയ വേറൊരു മത്സരാർത്ഥി ഉള്ളതായിട്ട് പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഒരു എവിക്ഷൻ നടന്ന് അങ്ങനെ വീട്ടിലിപ്പോൾ നിലവിലുള്ളത് ടോപ്പ് 5 ആണ്. ഈ ഒരു ടോപ്പ് 5-ലെ റാങ്കിങ് നിങ്ങൾക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? 1-ാം പൊസിഷൻ മുതൽ 5-ാം പൊസിഷൻ വരെ നേടുന്നത് ആരായിരിക്കുമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗ്രാൻഡ് ഫിനാലയിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ട് വോട്ടിംഗ് അവസാനം ചെയ്യുമ്പോൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അത് കാണുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.